കർഷക സമരം നിങ്ങൾക്കറിയാം. ഏകദേശം 2 വർഷം നീണ്ട കർഷക സമരം നോർത്ത് ഇന്ത്യ മുഴുവനും, പ്രത്യേകിച്ച് ഡൽഹി, ഹരിയാന, പഞ്ചാബ്, യു പിയുടെ ഈസ്റ്റേൺ യു പി ഭാഗം, ചില വെസ്റ്റേൺ യു പി ഭാഗം, അതേപോലെ തന്നെ രാജസ്ഥാൻ്റെ പഞ്ചാബുമായിട്ടും ഹരിയാനയുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ, ഇതെല്ലാമായിരുന്നു കർഷക സമരത്തിൽ ഭാഗമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുടെ മുമ്പിൽ മുട്ടുമടക്കി എന്നുള്ളത് സത്യം. പക്ഷെ പൂർണ്ണമായിട്ടും കർഷക സമരത്തെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കർഷക ബില്ലിനെ പൂർണ്ണമായിട്ടും അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനെപ്പറ്റി പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്, ഒരു കാര്യം മാത്രമൊന്നുമല്ല. ഇപ്പോഴും കർഷക സമരം ഏറ്റവും കൂടുതൽ പല യൂണിയനുമായിട്ട് ചേർന്നിട്ട് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പഞ്ചാബിൽ നിന്ന്. ഹരിയാനയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും സർദാർമാരും കർഷകരുമുള്ള ഒരു സ്റ്റേറ്റാണ്. ഈ ഹരിയാനയിൽ പോലും വലിയ രീതിയിൽ കർഷക സമരമില്ല. പഞ്ചാബിൽ നിന്നാണ് അവർക്ക് ഇങ്ങോട്ട് വന്ന് ഡൽഹിയിൽ വന്ന് ബ്ലോക്ക് ചെയ്ത് ഡൽഹി ചലോ യാത്ര. ഇവർ പ്രധാനപ്പെട്ട ഡിമാൻഡാണ് MSP എന്ന് പറയുന്നത്, അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ്, അടിസ്ഥാന വില. അതിനെ ലീഗലൈസ് ചെയ്യണം. ലീഗലൈസ് ചെയ്യണമെങ്കിൽ ഒരു ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കണം. നടക്കാത്ത കാര്യം. കാരണം കർഷക MSP എന്ന് പറയുന്ന ഈ സംഭവം ഇപ്പം ഒരു വർഷത്തെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സപ്പോർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്താണ് കൊടുക്കുന്നത്? ഒന്നാമത് കാലാവസ്ഥ, ഫർട്ടിലൈസർ അതായത് അതിൻ്റെ വില, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഡീസലിൻ്റെ കോസ്റ്റ്, പിന്നെ പ്രകൃതിക്ഷോഭം വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്നു അതിൻ്റെ കോസ്റ്റ്. അത് വേരിയസ് ഫാക്ടേഴ്സാണ്, അത് ഒരു ഫാക്ടറല്ല. ഇതിനെ ബേസ് ചെയ്താണ് പണ്ട് മുതൽ ഈ MSP തീരുമാനിക്കുന്നത്. ഇതവർക്ക് പ്രത്യേക ഒരു നിയമം, ഒരു ചട്ടക്കൂട്ടിനകത്ത് കൊണ്ടുവന്ന് ഉണ്ടാക്കണം. അതിനെ രാഹുൽ ഗാന്ധി അനുകൂലിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി ആദ്യം പോയി ഈ MSP എന്ന് പറയുന്ന 2 കോൺഗ്രസിൻ്റെ സംസ്ഥാനങ്ങളുണ്ട്, ആന്ധ്രാപ്രദേശും കർണാടകയും. അവിടെ പോയെങ്കിൽ നടപ്പിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇതാണ് ഈ സംഭവം. അതായത് ഇലക്ഷനുമായിട്ട് യാതൊരു സംഭവമില്ല. അവസാനം ഇവർക്ക് മനസ്സിലായി BJP അധികാരത്തിൽ വരും, 370, 350 + 50, 400 സീറ്റുകൾ കിട്ടും. അവസാനം എടുത്തുപയോഗിച്ചിരിക്കുന്ന സർദാർമാരെ കണ്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ കർഷക സമരം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ പട്ടിണി നമ്മളെ ആഹാരം ഉണ്ടാക്കി തരുന്ന പഞ്ചാബാണ്, അതുകൊണ്ട് നമ്മളിവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ച് വൃത്തികെട്ട കമ്മികളും കോൺഗ്രസ്സുകാരും ഇപ്പം ഇറങ്ങാൻ സമയമായി. ഇനി അവരോട് ചോദിക്കട്ടെ, പഞ്ചാബ് കർഷകരെ പറ്റി ഈ കാണുന്നുണ്ടല്ലോ, മെർസിഡസ് ബെൻസിലും BMW ഒക്കെ വരുന്ന ഇവരെ പറ്റി നിങ്ങൾക്ക് വല്ലതും അറിയോ? കാരണം എനിക്കിവരെ അറിയാം. എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ഈ പഞ്ചാബിലും ഹരിയാനയിലും ഈ കൃഷി ചെയ്യുന്ന. ഇവരുടെയൊക്കെ പലരുടെയും അവിടെ 25, 10, 15 ഏക്കർ ഇല്ലാത്ത ഒരു കർഷകനുമില്ല പഞ്ചാബിലും ഈ പറയുന്ന ഹരിയാനയിലും. ഞാൻ ഗ്യാരണ്ടിയാണ് ഇത് പറയുന്നത്. ഇനി ഇവരൊക്കെ, അതായത് പഞ്ചാബിലുള്ള കർഷകർ, ഇവരൊന്നും ഈ പറയുന്ന പാടത്ത് ഇറങ്ങുന്ന കർഷികളല്ല. ഇവർ ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ജോലി ചെയ്യാൻ ആൾക്കാരെ കൊണ്ടുവരുന്ന മെക്കനൈസ്ഡ് ആയിട്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഇവൻ്റെ ആസ്തി അറിയുക, കാരണം ടാക്സ് ഇല്ല, 0 ആണ് ടാക്സ് അഗ്രികൾച്ചർ പ്രോഡക്റ്റിന്. കോടികളാണ് ഇവൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്നത്. അല്ല, ആദ്യം അവിടുത്തെ വില്ലേജുകളും ഈ കർഷകരെയൊക്കെ പോയി നോക്കണം. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? കാനഡയിലാണ് ഇവർ ഈ പഞ്ചാബിൽ നിന്ന് പണമുണ്ടാക്കി കാനഡയെ കൊണ്ടുപോകുന്ന സർദാരന്മാരാണ് ഏകദേശം 75% ഉള്ളത്. ആദ്യം അങ്ങ് തലയിലിട്. ഈ സർദാർമാർക്ക് ജട്ട് സർദാർ എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. അവരാണ് നിങ്ങൾ ഈ കാണുന്ന ഈ പറയുന്ന ട്രാക്ടറിലും ഒക്കെ കൊണ്ടുവരുന്ന കർഷകൾ. ഈ ജട്ട് സർദാറുണ്ട്, അവിടെ ദളിത് സർദാറുണ്ട്. അവന്മാരെ ഇവർ മൈൻഡ് ചെയ്യത്തില്ല. ഓക്കെ, ഇത് ആദ്യം അങ്ങ് മനസ്സിലാക്കുക. സർദാർമാരുടെ ജീവിതം അതാണ്. അല്ലാതെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രസ് ഉള്ള സർദാരന്മാർ, അതായത് ഏറ്റവും കൂടുതൽ ഡിസ്ട്രസ് ഉള്ള കർഷകർ,
ഈ മറാഠ്വാഡ റീജിയന്, മഹാരാഷ്ട്ര റീജിയനിൽ പോയി കണ്ടാൽ, അതേപോലെ ആന്ധ്ര റീജിയൻ, അവിടെയാണ് രാവിലെ മുതൽ പകൽ വരെ അവർ ബേസിക്കലി ഈ പറയുന്ന പാടത്ത് ജോലി ചെയ്യുന്നവരാണ്. പഞ്ചാബിൽ 400 ഏക്കറുള്ളിടത്ത് ഫ്ലൈറ്റേലാണ് അവർ അവിടെ ജോലി ചെയ്യാനുള്ള ഈ ബീഹാറിൽ നിന്നുള്ളവരെയും ഒറീസയിൽ നിന്നുള്ളവരെയും കൊണ്ടുവരുന്നത്. ഇതാണ് അവിടുത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇവരുടെ കയ്യിൽ ഇപ്പം ക്ലച്ചസ് ഇല്ല, അതാണ് പ്രശ്നം. സർദാർമാരുടെ കയ്യിൽ അവർക്ക് ഈ ഖാലിസ്ഥാൻ വാദവുമായിട്ട് ബന്ധപ്പെട്ട് അമൃത്പാൽ സിംഗ് ഇങ്ങനെയുള്ള ഇന്ത്യക്കെതിരെയുള്ള വാദം, ഖാലിസ്ഥാൻ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പം മോദി എന്ന് പറഞ്ഞൊരു ഭരണകർത്താവ് വരികയും ഇവിടെ ഇവർക്കൊന്നും ക്ലച്ചസ് ഇല്ലാതെ വരികയും ചെയ്തപ്പോൾ ഉണ്ടാക്കിയെടുത്ത സംഭവങ്ങളാണ് ഈ കർഷക സമരമായിട്ട് ബന്ധപ്പെട്ട സംഭവം. അതിനകത്ത് 2-3 പോയിന്റുകൾ ഞാൻ അംഗീകരിക്കുന്നു. അവർ പറയുന്നൊരു സംഭവമുണ്ട്, ഈ അവർക്കെതിരെ പഴയ കേസുകൾ പിൻവലിക്കണം. എങ്ങനെ പിൻവലിക്കാൻ പറ്റുന്ന? കൊലപാതകവും അങ്ങനെയുള്ള കേസ്, ആൻറ്റി നാഷണൽ കേസ്, അതെങ്ങനെ പിൻവലിക്കുന്നത്? ബേസിക്കലി അവരുടെ ഇഷ്യൂ ആ കേസുകൾ പിൻവലിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്ന മറ്റൊരു സംഭവം, അവർ ഈ ഹാർവെസ്റ്റ് കഴിഞ്ഞ ശേഷം ഈ കച്ചി, അതായത് ഈ ഗോതമ്പിൻ്റെ ഈ സംഭവങ്ങൾ എടുത്തിട്ട് കത്തിക്കും. അത് കത്തിക്കാൻ വേണ്ടി അവർക്ക് ഗവൺമെൻറ് അനുകൂലമായിട്ട് നിൽക്കണം. ഈ പുകയെല്ലാം കൂടെ ഡൽഹിയിലും ഹരിയാനയിലും ഒക്കെ കയറുക. ഇതിനെ അനുകൂലിക്കുക. അത് അടുത്ത രണ്ടാമത്തെ അവരുടെ സ്റ്റാൻഡ്. മൂന്നാമത്തെ സ്റ്റാൻഡ്, ഇവരെടുക്കുന്ന ലോൺ, സെൻട്രൽ ബാങ്കുകൾ, അതായത് മനസ്സിലാക്കുക, കഴിഞ്ഞ 3 വർഷം 4 വർഷം നമ്മൾ ഇന്ത്യയിൽ ഫാർമേഴ്സിനെ പറ്റി എടുക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണ്, ഫാർമേഴ്സിന് ഏറ്റവും കൂടുതൽ പണം കിട്ടിയ വർഷമാണ്. ബേസിക്കലി കോവിഡായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നാണ് ഈ ഫുഡ് മെറ്റീരിയൽ ലോകം മുഴുവനും പലയിടത്തും പോയത്. ഇവർക്കതിൻ്റെ ശരിക്കും ഈ പണം കിട്ടിയിട്ടുണ്ട്. നല്ല ആദായം കിട്ടിയ വർഷമാണ് കഴിഞ്ഞ 3-4 വർഷമുള്ളത്. പിന്നെ ഇവരുടെയൊക്കെ അക്കൗണ്ടിൽ നേരിട്ടാണ് പണം പോകുന്നത്. പിന്നെ ഫർട്ടിലൈസർ സബ്സിഡി ഉണ്ട്. പിന്നെ മറ്റൊന്ന് ഇവർ പറയുന്നത്, ഇവർക്ക് ഇത്ര രൂപ കൂട്ടിക്കൊടുക്കണം, അതായത് ലീഗലായിട്ട് ചെയ്ത് ഇത്ര രൂപ MSPയുടെ, അതായത് അതിൻ്റെ മാർക്കറ്റ് പ്രോഡക്റ്റ് ആണെങ്കിൽ അവർ അതിൻ്റെ പകുതിയോളം അവർക്ക് MSP ആയിട്ട് സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞ് അതിനോട് യോജിപ്പുണ്ട്. പക്ഷേ ഈ പറയുന്നത് ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 1 കിലോ അരി അല്ലെങ്കിൽ 1 കിലോ ഗോതമ്പ് നമ്മൾ 25 രൂപ മാർക്കറ്റിൽ നിന്ന് മേടിക്കുക. ഇവർക്കത് ഉയർത്തി കൊടുത്ത് 40 രൂപ വന്നു കഴിയുമ്പോൾ ഈ സാധനം ഇൻഫ്ലേഷൻ കൂടും. അതായത് സാധാരണക്കാരന് ഇത് വാങ്ങാൻ പറ്റാതാകും. ഇതിനെപ്പറ്റിയൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. അതാണ് പല മലയാള പത്രക്കാരും ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാതാണ് ഈ പറയുന്നത്. അപ്പം സാധാരണക്കാരന് സാധനം വാങ്ങണം. അതേപോലെ ഈ MSP എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ എല്ലാ പ്രാവശ്യവും ഈ കർഷക പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൈസിങ് കമ്മീഷനുണ്ട്. എന്തൊക്കെ നഷ്ടമുണ്ടായത് അത് ആ കമ്മിറ്റിയാണ് ഇത് ചെയ്യുന്നത്. ഈ കമ്മിറ്റി പെർമനൻറ്റ് കമ്മിറ്റി ഒന്നും അല്ല. എല്ലാ വർഷവും ഇതുമായിട്ട് അവർക്ക് എന്ത് ഡാമേജ് ഉണ്ടായി അതിനെ ബേസ് ചെയ്താണ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ട്. ഇതാണ് സംഭവം നടക്കുന്നത്. അതിനെ പെർമനൻ്റ് ആക്കണമെന്ന് പറയുമ്പോഴാണ് ഇഷ്യൂ ഉണ്ടാക്കുന്നത്. കാരണം ആ രീതിയിലോട്ട് പോവുകയാണ് ഇന്ത്യയിലുള്ള ജനങ്ങൾ എങ്ങനെ ജീവിക്കും? പിന്നെ സർദാർമാരുടെ ഈ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉണ്ടാക്കേണ്ട മറ്റുള്ള സ്റ്റേറ്റുകളാണ്. ഇപ്പോൾ ഹരിയാന, അതേപോലെ UP, പിന്നീട് മഹാരാഷ്ട്ര. അവിടെ എന്താ പ്രശ്നമൊന്നും ഉണ്ടാകാത്തത്? അവിടെ ഈ ചില കേരളത്തിലെ കോന്തന്മാർ ധരിക്കുന്നുണ്ട് ഈ ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്ന് പറയുന്ന പഞ്ചാബാണ്. അതൊക്കെ പണ്ടായിരുന്നു. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്ന് ഇപ്പം ഈ പറയുന്ന ഫുഡിൻ്റെ പ്രൊഡക്ഷൻ ശരിക്കും ഉണ്ട്. അപ്പം അതല്ല ഇവിടുത്തെ ഇഷ്യൂ. ഇപ്പം ഇവർക്ക് മാന്യമായിട്ട് ഉള്ള വില കിട്ടണം. പിന്നെ ഒരു പോയിന്റിൽ ഞാൻ അംഗീകരിക്കുന്നു, ഇവരുടെ ഡിമാൻഡിൽ ഇപ്പം ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുമായിട്ട് റോഡ് വികസനത്തിനായിട്ടും ഇവരുടെ സ്ഥലം എടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ സ്ഥലം എടുക്കുമ്പോൾ അതിന് അനുയോജ്യമായ പണം ഇവർക്ക് കൊടുക്കണം. പട്ടണത്തിലുള്ളവർക്ക് ഒരു പ്രൈസും ഇവരുടെ പ്രൈസ് വളരെ കുറവാണ്. അത് UP എയർപോർട്ട് എടുത്ത സമയത്ത് വളരെ കുറച്ച് പണമാണ് കൊടുത്തത്. അതുപോലെ പല റോഡുകൾ വികസനത്തിന് വളരെ കുറച്ച് പണമാണ്. കാരണം ഇവർ 3-4 ഏക്കറുമൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ ഇവരുടെ സ്ഥലം ഇല്ലാതായി UP ഈ പറയുന്ന ഭാഗത്തൊക്കെ
വളരെ തുച്ഛമായിട്ടുള്ള പണമാണ് ഇവർക്ക് കിട്ടുന്നത്. ഗ്രാമത്തിൻ്റെ അവിടുത്തെ അടിസ്ഥാന ബേസ് എമൗണ്ട് വെച്ചാണ് ഇത് കൊടുക്കുന്നത്. അതല്ല, ഇവർക്ക് പണം കൊടുക്കണം ഗവൺമെൻറ്. കാരണം ഇവർക്ക് നല്ല കോമ്പൻസേറ്റ് ചെയ്യണം. ബാക്കിയുള്ളത് ഇവരൊക്കെ പറയുന്ന വെറും അബദ്ധങ്ങൾ മാത്രം പറഞ്ഞ് ഇഷ്യൂ ഉണ്ടാക്കാൻ കയറി വരുന്നു. അതിനെ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, പഞ്ചാബ് ഭരിക്കുന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ മദ്യവെച്ചിട്ട് അതിന് ബോധം പോലും ഇല്ലാത്ത ഒരാളാണ് ദ ചീഫ് മിനിസ്റ്റർ. ഞാൻ പറയുന്ന എല്ലാ പത്രങ്ങളിലൊക്കെ എഴുതുന്ന സംഭവമാണ്. അതാണ് മാൻ. അപ്പം അവരുടെ പ്രശ്നം, ഈ സർദാർമാരുടെ ഇടയ്ക്കുള്ള പ്രശ്നം, അതേപോലെ തന്നെ അവർക്ക് ഖാലിസ്ഥാനോടുള്ള സ്നേഹം, ഇപ്പം ഇതൊക്കെ മാറ്റർ ചെയ്ത് ഇനി ചിലപ്പോൾ കാനഡയിലും അവിടുത്തെ പ്രസിഡൻറ്റ്, അവിടുത്തെ പ്രധാനമന്ത്രി ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് വരും. അത് ഇന്ത്യയുടെ കാര്യത്തിൽ ഈ ഒരു സന്ദർഭമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു മോശമായ പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടി മുന്നിലോട്ട് വരുന്നൊരു ഫോഴ്സായിട്ട്, ഒരു ആൻറ്റി നാഷണൽ ഫോഴ്സായിട്ട് സർദാർമാർ മാറുന്നു. അതിനെ ഒതുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.